ഈ തെരഞ്ഞെടുപ്പ് കാലം ഇരുൾ മൂടിയ ജീവിതത്തിന് വെളിച്ചം പകരുന്നത് പോലെയാണ് അനിത മേരി എന്ന അർത്തുങ്കൽ സ്വദേശിനിക്ക്. ഉദ്യോഗസ്ഥ പീഡനം മൂലം മലപ്പുറം തവനൂർ ഓൾഡ് ഏജ് ഹോമിലെ സർക്കാർ ജോലി രാജിവെച്ചയാളാണ് അനിത. അനിതയ്ക്ക് വേണ്ടി പോരാടിയ തിരുനാവായ മൃഗാശുപത്രിയിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ കൂടിയായ ഭർത്താവ് ജെയ്സണും ഒടുവിൽ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് സ്വന്തം നാടായ അർത്തുങ്കലിലേക്ക് മടങ്ങി വന്ന ജെയ്സൺ ഇപ്പോൾ കൂലിപ്പണിയെടുത്താണ് ജീവിക്കുന്നത്. അനിതയാവട്ടെ മാനസികമായി തകർന്ന ഒരു മുറിയിൽ തന്നെ ഒരു വർഷത്തോളം കഴിച്ചുകൂട്ടി. എന്നാൽ അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇരുളടഞ്ഞ അകത്തളങ്ങളിൽ നിന്ന് കരുത്തായി അവൾ പുറത്തേക്ക് വരികയാണ്. റിപ്പോർട്ട് കാണാം. ഓരോ സ്ഥാനാർത്ഥിത്വവും വ്യത്യസ്തമാണ്. പല ആളുകൾക്കും പല കഥകളായിരിക്കും ജനങ്ങളോട് സംവദിക്കാനുള്ളത്. അത്തരത്തിൽ വ്യത്യസ്തയായ ഒരു സ്ഥാനാർത്ഥിയാണ് അർത്തുങ്കലിൽ നിന്ന് നമുക്കിന്ന് പരിചയപ്പെടുത്താനുള്ളത്. ഇത് അനിത. അനിതയെ ഒരുപക്ഷെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. കാരണം കുറേ നാളുകൾക്ക് മുമ്പ് സർക്കാർ സർവീസിൽ നിന്നും തൻ്റെ സേവനം അവസാനിപ്പിച്ച് മടങ്ങി വന്ന ഒരാളാണ്. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നടന്ന പല സംഭവങ്ങളോടും പ്രതിഷേധിച്ചായിരുന്നു ആ മടക്കം എന്നുള്ളതാണ്. അന്ന് കണ്ണീരോടെ മടങ്ങി വന്ന അനിത ഇന്ന് വളരെ ഊർജ്ജസ്വലയായി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. അനിത, ഇതൊരു വലിയ മാറ്റമാണ് അല്ലേ? ഒരു സർക്കാർ സർവീസിൽ നിന്നും ജോലി വേണ്ടെന്ന് വെച്ച് ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് അനിത അല്ലേ? നിരന്തരമായ പീഡനങ്ങളെ തുടർന്ന് ഇപ്പം ഈ സർക്കാരിൻ്റെ സിസ്റ്റത്തിൻ്റെ പീഡനങ്ങളെ തുടർന്ന് നമുക്ക് നീതി കിട്ടാതെ വന്നു. അങ്ങനെ നമ്മൾ പോലീസിലും അതുപോലെ മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി കൊടുത്തിട്ടും നമുക്കൊരു നീതിയും കിട്ടുന്നില്ല. എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ ഭർത്താവിനെ എൻ്റെ കുടുംബത്തെയും വേട്ടയാടാൻ തുടങ്ങിയതോടുകൂടിയാണ് ഞാൻ ഈ ജോലി വേണ്ടെന്ന് വെച്ച് നമ്മളൊരു ആത്മാഭിമാനത്വം സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ജോലി രാജിവെച്ച് പോകുന്നത്. അനിത എവിടെയായിരുന്നു ജോലി ചെയ്തത്? ആ സാഹചര്യം ഒന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്താം. ഞാൻ സാമൂഹ്യനീതി വകുപ്പിലായിരുന്നു. ആദ്യം വിദ്യാഭ്യാസ വകുപ്പിൽ OA ആയിട്ടായിരുന്നു. പിന്നെ കൊറോണ കാലത്താണ് 2020 സാമൂഹ്യനീതി വകുപ്പിൽ മേറ്ററിനായിട്ട് ജോയിൻ ചെയ്യണത്. ആ സമയമായിരുന്നു തവനൂര് ഓൾഡ് ഏജ് ഹോമിലായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ സൂപ്രണ്ടിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവത്തെ തുടർന്നാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അന്ന് സൂപ്രണ്ടിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന KT ജലീലായിരുന്നു. അപ്പോൾ ആ സാറിൻ്റെ ഇടപെടലോടുകൂടെ KT ജലീലിൻ്റെ ഇടപെടലോടുകൂടിയാണ് ഞങ്ങളുടെ ജീവിതം നിരന്തരം ഞങ്ങളെ സർക്കാരും സംവിധാനങ്ങളും കൂടെ ഞങ്ങളായിട്ട് വേട്ടയാടാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വിഷയത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ ഭർത്താവിനെതിരെ കള്ളക്കേസ് എടുക്കുകയും പിന്നെ ഞങ്ങൾ നിരന്തരം സർക്കാർ ജോലിയിലായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പിലായിരുന്നു. അപ്പോൾ അവിടെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം 18 വർഷമായിട്ട് അവിടെ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതുവരെ ഒരു തരത്തിലുള്ള വേറൊരു പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ആ സമയത്ത് ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ വിഷയത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ പിന്തുണച്ചതിനെ തുടർന്ന് നിരന്തരം പുള്ളിയുടെ സർവീസ് ജീവിതത്തിലും നിരന്തരം വേട്ടയാടപ്പെടുകയും ഇപ്പം അനിതയും ജെയ്സണും രണ്ടുപേരും ജോലി ഉപേക്ഷിച്ചു അല്ലേ? ഞങ്ങൾ രണ്ടുപേരും സർക്കാർ ജോലി ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഈ സിസ്റ്റവും സർക്കാരും ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ജോലി വേണ്ടെന്ന് വെക്കുകയും പിന്നീട് നമ്മളൊരു പഠിച്ച് നേടി നമ്മളൊരു വലിയ സ്വപ്നങ്ങളോടുകൂടെ കയറി വന്ന ഒരു ജോലിയാണ്. അപ്പോൾ ആ ജോലി വേണ്ടെന്ന് വെച്ചതോടുകൂടി എനിക്ക് വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ആ ജോലി ഉപേക്ഷിച്ചത്. ഇപ്പം നമ്മളൊരു സേവന മനോഭാവത്തോടു കൂടിയാണ് ഞാൻ അവിടുത്തെ വൃദ്ധജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മളുടെ സേവനം ജനങ്ങളെ അല്ല സേവിക്കേണ്ടത്, ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉന്നതരായ ഉദ്യോഗസ്ഥരെയും അതുപോലെ അവരെ പ്രീതിപ്പെടുത്തിയാൽ മതി. നമ്മൾ ജനങ്ങൾക്ക് സേവനം കൊടുക്കേണ്ടെന്നുള്ളൊരു നിലപാടാണ് ഈ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് നേരിടേണ്ടി വന്നത്. അപ്പോൾ അവർക്ക് കിട്ടേണ്ട, അതായത് ഈ വൃദ്ധജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ അവർക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ ഞാൻ എൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരോട് പറഞ്ഞതോടുകൂടിയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. പക്ഷേ ഒരു 2 പേർ ജോലി രാജിവെക്കും, അതും ഒരു വീട്ടിലെ 2 പേർ ഒരുപാട് കാലം പഠിച്ച് നേടിയെടുത്ത സർക്കാർ ജോലി എന്നുള്ളത് വേണ്ടെന്ന് വെക്കുക. അത്ര കഠിനമായിരുന്നു നിങ്ങളുടെ സാഹചര്യം? അത്രക്ക് കഠിനമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മേലുദ്യോഗസ്ഥനിൽ നിന്നുണ്ടായ പീഡനം, മേലുദ്യോഗസ്ഥനിൽ നിന്നുണ്ടായ ദുരനുഭവം, പോലീസ് സ്റ്റേഷനിൽ എത്താൻ തന്നെ കാരണം ഈ മേലുദ്യോഗസ്ഥൻ്റെ ഉന്നത സ്വാധീനം കാരണം. അവിടെ എൻ്റെ ഭർത്താവ് അത് ചോദിക്കാൻ വന്നതിൻ്റെ പേരിൽ അവിടെ CCTV എല്ലാം ഉള്ളതാണ്. എന്നിട്ട് ഇവർ കള്ളക്കേസ് കൊടുത്തു. എൻ്റെ ഭർത്താവ് അവിടെ കയറി ജീവനക്കാരെ മർദ്ദിച്ചെന്നും പറഞ്ഞ് കള്ളക്കേസ് കൊടുത്തു. അന്നേ അവിടെ CCTVയും അതുപോലെ അവിടുത്തെ
ജീവനക്കാരുൾപ്പെടെ അവർ ഫോണിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു. എന്നിട്ട് അതൊന്നും പരിശോധിക്കാതെ ഒരു പരിശോധനയും ഒരു അന്വേഷണവും ഇല്ലാതെ എൻ്റെ ഭർത്താവിനെതിരെ കള്ളക്കേസ് എടുത്തു. എൻ്റെ പരാതി ഞാനൊരു FIR ഇട്ട് പരാതി കൊടുത്തിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു FIR ഇട്ട് കിട്ടണമെന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു അവകാശമാണ്. ആ അവകാശം പോലും നിഷേധിച്ച് എനിക്ക് പിന്നെ 2 മാസക്കാലത്തോളം എൻ്റെ പരാതി ഒരു ഇതുമില്ലാതെ അവിടെ പിടിച്ചു വെക്കുകയും അതിനുശേഷം എൻ്റെ പരാതി എഴുതിത്തള്ളുകയും എൻ്റെ ഭർത്താവിനെതിരെ കൊടുത്ത കള്ളക്കേസ് ഇവർ പിന്നെ ഫോർവേഡ് ചെയ്ത് എൻ്റെ ഭർത്താവിനെതിരെ FIR ഇടുകയും ചെയ്തു. പിന്നീട് ഒരുപക്ഷെ ജോലി ഉപേക്ഷിച്ച് വന്നതിന് ശേഷം അനിതയുടെ ജീവിതം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഒരു മുറിയടച്ച് വർഷങ്ങളോളം ഇരുന്നു അല്ലേ? ഏകദേശം ഒരു 1.5 വർഷത്തോളം ഞാൻ ഈ ഒരു ഡിപ്രഷൻ അതിജീവിക്കാൻ വേണ്ടി തന്നെ, ഈ മാനസിക ബുദ്ധിമുട്ട് അതിജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും പിന്നെ 2 പേരും ജോലി ഉപേക്ഷിച്ച് വന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോയത്. എങ്കിലും ആത്മഹത്യ ചെയ്ത് ഈ ജീവിതം നശിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. ഇപ്പം പലരും ഈ നമ്മുടെ ഈ സർക്കാർ സംവിധാനത്തിൽ തന്നെ മിക്കവരും തന്നെ എന്തെങ്കിലും സർവീസ് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടനെ ആത്മഹത്യ തന്നെയാണ്. നമ്മൾ ഈ ഒരു 10 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരും ആത്മഹത്യ ചെയ്ത ഒരു കാലയളവായിരിക്കും ഈ വർഷം, ഈ 10 വർഷങ്ങൾ. അപ്പം അത്രയും സിസ്റ്റത്തിൻ്റെ പീഡനവും ഇതുപോലെ നമ്മൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൂടി വന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ശരിയായ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് വന്ന എത്രയോ പേര്, ഇപ്പം നമ്മളുടെ നവീൻ ബാബു ആ സാറ്, അതുപോലെ ഹാരിസ് ചിറക്കൽ എന്ന് പറഞ്ഞ ഇവരെയൊക്കെ വേട്ടയാടി. പക്ഷേ ഞാനെന്ന് പറഞ്ഞാൽ പുതിയ ഒരു തുടക്കക്കാരിയായിരുന്നു. അവിടെ ചെന്നു ഏകദേശം 1 മാസം പോലും ആയുള്ളൂ ആ വൃത്തമന്ദിരത്തിൽ കയറിയിട്ട്. എനിക്ക് പ്രീ സർവീസോ അല്ലെങ്കിൽ എനിക്ക് ട്രെയിനിങ്ങോ ഒന്നും കിട്ടാതെ അവിടെ ചെന്നാണ്. സൂപ്രണ്ട് എന്ന് പറഞ്ഞ മേലുദ്യോഗസ്ഥനായിരുന്നു എനിക്ക് ഇത് ജോലിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു തരേണ്ടതും ജോലി എങ്ങനെ ചെയ്യേണ്ടതെന്നും എന്നെ പഠിപ്പിക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വഷളം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നെ വിധേയപ്പെടുത്താൻ നോക്കിയാണ് ചെയ്തത്. അതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് ഒരുപക്ഷെ അനിത ഫേസ്ബുക്കിൽ കുറിച്ചത് ഞാൻ കണ്ടു. അതായത് മനുഷ്യരോട് സംസാരിക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. കാരണം 1-2 വർഷക്കാലം മുറിയടച്ച് മുറിക്കകത്ത് ജീവിതം ഒതുക്കിയും കൂടിയ ഒരാളാണ്. അതിനുശേഷം അല്ലേ ഈ ഒരു കാലം അനിതയെ മാറ്റുന്നു, അനിത മറ്റു സ്ത്രീകൾക്ക് കൂടി പ്രചോദനമായി മാറുന്നു എന്നുള്ളതാണ്. ശരിക്കും എനിക്കൊരു പ്രതികരണശേഷി ഇല്ലാത്തൊരു അന്തർമുഖിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ വന്നത്. ഒരു കാര്യത്തിനും നോ പറയാനോ എനിക്ക് പ്രതികരിക്കാനോ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങൾ എൻ്റെ പുറകെ എന്നെ തേടിപ്പിടിച്ച് വന്നുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് സംസാരിക്കാനും ജനങ്ങളോട് ഇടപഴകാനും അത് ഒരു തീവ്രം, നമ്മൾ പൗലോ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങളൊരു കാര്യം അതിതീവ്രമായിട്ട് ആഗ്രഹിച്ച് അത് നടത്താൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തുമെന്ന് പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ട് സംസാരിക്കാനും അവരുടെ ഇടയിൽ പ്രവർത്തിക്കാനും നിരാലംബരായ മനുഷ്യരോടൊപ്പം ആയിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന ഒരുവളായതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ജയവും പരാജയവും ഒന്നും അല്ല അല്ലേ? നന്നായി സംസാരിക്കാൻ പഠിക്കുന്നു എന്നുള്ളതാണ്. ജയവും പരാജയമല്ല. എനിക്കിപ്പോ ജനങ്ങളോട് ഒന്നിനും ഒരു അന്തർമുഖിയായിട്ട് ഒതുങ്ങിക്കൂടാതെ എനിക്ക് എൻ്റെ ആഗ്രഹം അനുസരിച്ച് എന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പ്രകൃതി നടത്തിയ ഒരു ഗൂഢാലോചനയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഇവിടുത്തെ UDFും ഇവിടുത്തെ നാട്ടുകാരും എന്നെ സഹായിക്കുന്നതിലും എനിക്ക് അവരോടും ഈ കോൺഗ്രസ് പാർട്ടി എന്ന പ്രസ്ഥാനം എനിക്കൊരു അവസരം തന്നതിലും ഞാൻ ഈ പ്രസ്ഥാനത്തോടും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോടും ഞാൻ നന്ദി പറയണേ. ഇപ്പം തന്നെ അവർ എന്നെ ഇരുകയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. എനിക്കത് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുടെ ആ സ്നേഹവും അവരുടെ സപ്പോർട്ടും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. അതാണ് ഏറ്റവും സന്തോഷകരമായ കാഴ്ചകളിൽ ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ചിരിച്ചു കാണുന്ന അനിത. കാരണം News 18 തന്നെ അനിതയുടെ വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അനിത തൊഴിലിടത്തിൽ നേരിട്ട പീഡനങ്ങളും പിന്നീട് ജോലി ഉപേക്ഷിക്കുന്നതിന്റെ വക്കുവരെ എത്തിയ ഘട്ടത്തിലൊക്കെ നമ്മൾ അനിതയെ കണ്ടതാണ്. അന്ന് നിറഞ്ഞ കണ്ണീരോടെയായിരുന്നു അനിത നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ സന്തോഷം തോന്നുന്നു ഈ അനിത ആളുകൾക്കിടയിൽ ഇറങ്ങി നടന്ന് അവരോട് ഇന്ററാക്ട് ചെയ്ത് വോട്ട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു വളരെ നിഗൂഢമായ ഒരു സാഹചര്യത്തിലേക്ക് മാറി ജീവിതം തന്നെ ഒരു മുറിക്കകത്തേക്ക് അടഞ്ഞ മുറിക്കകത്തേക്ക് മാറ്റിയ ഒരാൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങുന്നു, ജനങ്ങളോട് സംവദിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്ന്. അത്തരത്തിൽ വ്യത്യസ്തരായ മനുഷ്യർ ചേർന്ന് ഈ തെരഞ്ഞെടുപ്പ് ആവേശം ആലപ്പുഴയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18.